ന്യായാധിപന്മാരുടെ ചരിത്രം സാംസനും ദലീലയും. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും എടുത്ത് അവന്റെ തലയിൽ ക്ഷൗരക്കുത്തി തൊടരുത്. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരംഭിക്കും. സാംസൺ വളർന്നു. അതിനുശേഷം സോറയ്ക്ക് താഴെയുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. വൈകാതെ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്നു. ഫിലിസ്ത്യനാടിന്റെ പ്രഭുക്കന്മാർക്ക് പ്രണാമം. അടിയൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഫിലിസ്തീൻ നാട്ടുകാർക്ക് മുഴുവൻ തലവേദനയായ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാംസൺ, അവന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണണം. അതിന് നിന്റെ സഹായം വളരെ ആവശ്യമുണ്ട്. അവനിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അത് നീ കണ്ടുപിടിക്കണം. അവന്റെ കാര്യത്തിൽ ശക്തിയല്ല, ബുദ്ധിയായുള്ളത്. ക്ഷമിക്കണം പ്രഭു, ഞങ്ങൾ വളരെ ആഴത്തിൽ സ്നേഹിക്കുകയാണ്. ശരിയായിരിക്കും ദലീല, പക്ഷെ നീ ഒരു ഫിലിസ്തീൻ സ്ത്രീയും അവൻ ആ സാംസൺ ഒരു ഇസ്രായേലിയുമാണ്. അത് നീ മറക്കരുത്. ഞാൻ സാംസനെ എങ്ങനെ ചതിക്കും? അവൻ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. ഈ നാടിനെ നീ സഹായിക്കണം ദലീല. ഞങ്ങൾ നിനക്ക് വേണ്ടായ പ്രതിഫലം തരും. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 പൊൻപണം നൽകും. നിനക്ക് മറ്റെന്തും ഞങ്ങളോട് ആവശ്യപ്പെടണം. ശരി ശരി, ഫിലിസ്തീൻ നാടിനും ഫിലിസ്തീൻ പ്രഭുക്കന്മാർക്കും വേണ്ടിയും ഞാൻ ഇത് ചെയ്യാം. എന്തു പറ്റി റാണി? മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഇന്ന് അമാവാസ്യാണ്. കഴിഞ്ഞ 3 തവണയും എന്നെ പറ്റിച്ചു പോയ സാംസൺ ഇന്ന് വരും. ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ട് നാളുകളേറെയായി. സാംസനോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 തവണയും അവന്റെ ശക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്നെ കബളിപ്പിച്ചു, എന്നെ നാണിക്കെടുത്തി. ശരിയാ, ഞാൻ ഓർക്കുന്നു. ആദ്യം സാംസൺ പറഞ്ഞു, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാനും കൊണ്ട് ബന്ധിച്ചാൽ മതിയെന്ന്. രണ്ടാമത് പറഞ്ഞു, ഒരിക്കലും ഉപയോഗിക്കാത്ത കയറ് കൊണ്ട് ബന്ധിച്ചാൽ മതിയെന്ന്. 3-ാം പ്രാവശ്യം പറഞ്ഞു, അവന്റെ തലയിലെ 7 ജടകൾ പിന്നിയാൽ മതിയെന്ന്. 3 തവണയും ഒന്നും നടന്നില്ല. എല്ലാം അപ്പോൾ തന്നെ അഴിച്ചു മാറ്റി. അവന്റെ ശക്തി അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കും ഇപ്പോൾ ഒരു വാശി. ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ആ രഹസ്യം കണ്ടുപിടിക്കും. ദലീല, പ്രഭു, എത്ര നേരമായി കാത്തിരിക്കുന്നു? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയതമയെ കാണാതിരിക്കാൻ പറ്റുമോ? എല്ലാം വെറുതെ, ചുമ്മാ എന്നെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രം. ദലീല, നിന്റെ ഈ സൗന്ദര്യത്തിന് ഒപ്പം നിൽക്കുവാൻ ഏത് സ്ത്രീയുണ്ട്? നിന്റെ സ്നേഹം എനിക്ക് കിട്ടിയല്ലോ. ഞാൻ എന്ത് ഭാഗ്യവാനാ! നിന്നെ വിശ്വസിപ്പിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം പ്രിയേ? അന്നാ പറ, ഈ വീരപുരുഷൻ പറ, നിന്റെ ശക്തിയുടെ പിന്നിൽ എന്താണ് രഹസ്യം? അത് ഞാൻ പറഞ്ഞല്ലോ. എന്നെ കബളിപ്പിക്കുമായിരുന്നു. സത്യം പറ, എന്നോട് സ്നേഹമുണ്ടെന്ന് പറ. എന്താണ് നിന്റെ ശക്തിയുടെ രഹസ്യം? എന്നോട് പറ സാംസൺ. ഇത് കേട്ടുമടുത്തു. ക്ഷൗരക്കത്തി ഒരിക്കലും തൊടാത്ത എന്റെ ഈ തലമുടിയിലാണ് എന്റെ ശക്തി. ക്ഷൗരം ചെയ്താൽ എല്ലാ ശക്തിയും പോകും. സമാധാനമായോ?
ഇസ്ലാമിന്റെ അവസാനത്തെ ന്യായത്തിന് ഫിലിസ്തീനെ വിളിപ്പിച്ചു. നിന്റെ ശക്തി അവിടെ എനിക്ക് കേൾക്കുവാനാവുന്നില്ല. അയ്യോ, എന്റെ തലമുടി, എന്റെ കണ്ണുകളും എന്റെ കാഴ്ച നിങ്ങളെടുത്തു. എവിടെ ഇതിനെ രക്ഷിക്കാൻ ആരുമില്ലേ? കർത്താവേ, എന്നെ ഓർക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് ബലം തരണമേ, എന്റെ കാഴ്ചയ്ക്ക് പ്രതികാരം ചെയ്യുവാൻ